കണ്ണൂർ ചെമ്പല്ലിക്കുണ്ട് കുഞ്ഞുമായി പുഴയിൽ ചാടിയ റീമയുടെ മൃതദേഹം കണ്ടെത്തി. ആത്മഹത്യയ്ക്ക് കാരണം ഗാർഹിക പീഡനമെന്ന ആരോപണം. 2016 മുതൽ റീമയും ഭർത്തൃവീട്ടുകാരും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നതായി അയൽവാസി. 3 ദിവസം മുൻപാണ് റീനയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയത്. 3 വയസ്സുള്ള മകൻ റഷീബ് രാജിനായി തെരച്ചിൽ തുടരുകയാണ്. തെരച്ചിലിനൊപ്പം ഞങ്ങൾ പങ്കുചേർന്നു. എന്നാലും ഒരു തെളിവും കിട്ടിയില്ല. ഒരു ഗാർഹിക പീഡനം നടന്നതായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അച്ഛൻ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. 2-3 ദിവസം മുന്നേ വന്നത്. 3 ദിവസം മുമ്പേ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ കുട്ടിയെ എടുത്ത് പുറത്ത് കറങ്ങാൻ വേണ്ടി പോയി. ഈ അമ്മയും കുട്ടിയുടെ കൂടെ പോയിരുന്നു. അതിനുശേഷം കുട്ടി എനിക്ക് വേണം, ഇന്നെ വേണ്ട എന്നുള്ളൊരു സംഭാഷണം നടന്നതായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അമ്മയുടെയും കുട്ടിയുടെയും ജീവനാണ് നമ്മുടെ ഈ ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ പൊഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അത് കുറ്റക്കാർക്കെതിരായിട്ട് ശക്തമായ നടപടി അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് നമുക്ക് നാട്ടുകാരെന്ന രൂപത്തിൽ നമുക്ക് പറയാനുള്ളത്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, ഈ കുട്ടിക്കായുള്ള തെരച്ചിൽ എവിടം വരെയായി? ഗാർഹിക പീഡനം അടക്കം ആരോപിക്കുന്നുണ്ട് അയൽവാസികളടക്കം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഏതായാലും ഈ കുട്ടിക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുഴയിൽ ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ തുടരുകയാണ്. ശക്തമായ മഴ ആ പ്രദേശത്തുണ്ട്. ഒപ്പം തന്നെ പുഴയുടെ അടിയൊഴുക്ക് കൂടി വലിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട്. എങ്കിലും ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 3 മണിയോടുകൂടി ആരംഭിച്ച തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ആ തിരച്ചിലിനൊടുവിലാണ് ഇന്ന് രാവിലെ റീമയുടെ മൃതദേഹം ഈ റെയിൽവേ പാലത്തിന് സമീപം ഒരു കണ്ടൽക്കാടിനോട് ചേർന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു ഗാർഹിക പീഡനം നടന്നു എന്നൊരു ആരോപണം ഈ റീമയുടെ ബന്ധുക്കളും അയൽവാസികളും എല്ലാം തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം ഈ ഭർത്താവിന്റെ വീട്ടുകാരുമായി നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് പറയുന്നത്. ഈ ഗൾഫിലായിരുന്ന ഭർത്താവ് കഴിഞ്ഞ ദിവസമാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. 3 ദിവസം മുൻപാണ് തിരിച്ചെത്തിയത്. അതിനുശേഷം ഈ കുഞ്ഞുമായി പുറത്തേക്കൊക്കെ പോയിരുന്നു. അതിനുശേഷം കുഞ്ഞിനെ തനിക്ക് വേണമെന്നൊരാവശ്യം, അതായത് ഭാര്യയെ വേണ്ട, കുഞ്ഞിനെ മാത്രം മതി എന്നൊരു ആവശ്യം ഭർത്താവ് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനെ തുടർന്നാകാം ആത്മഹത്യ എന്നൊരു സംശയമാണ് ഇപ്പോൾ ബന്ധുക്കളും അയൽവാസികളും എല്ലാം തന്നെ പറയുന്നത്. ഇന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചയൊക്കെ നടക്കാനിരുന്നതാണ്. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ 1:30 റീമ കുഞ്ഞിനെയും എടുത്ത് ഈ ചെമ്പല്ലിക്കുണ്ട് പാലത്തിലെത്തുകയും തുടർന്ന് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടുകയും ചെയ്തത്. കുഞ്ഞിനെ ഷാൾ ഉപയോഗിച്ച് ശരീരത്തോട് ചേർത്ത് കെട്ടിയായിരുന്നു റീമ പുഴയിലേക്ക് ചാടിയത്. പക്ഷേ ഈ ചാടുന്നതിനിടയിലോ അല്ലെങ്കിൽ പുഴയുടെ ഒഴുക്കിലോ പെട്ട് കുഞ്ഞ് വേർപെട്ട് പോവുകയായിരുന്നു. റീമയുടെ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് ശരീരത്തിൽ ഈ കെട്ടിവെച്ച ഷാള് കൂടി ഉണ്ടായിരുന്നു. നിഖിൽ, ഇവർ തമ്മിലുള്ള പ്രശ്നം എന്തിന്റെ പേരിലായിരുന്നു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? തരത്തിൽ ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ 2016 മുതൽ തന്നെ ഇവർ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഭർത്താവിന്റെ വീട്ടുകാരുമായി ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്. ആ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങളാണ് ആരോപിക്കപ്പെടുന്നത്.